നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഈ കാണുന്നത് ഞാൻ ഒരു 4-5 ദിവസം മുൻപ് നട്ട കുക്കുംബർ തൈയാണ്. വളരെ തീരെ ചെറിയ തൈകൾ കൊണ്ട് നട്ടതാണ്. ഇതിൻ്റെ ഗ്രോത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിന് ഞാൻ ഒരു രാസവളവും ഞാൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മുടെ കോഴിവളമാണ്. കോഴിവളം അടിവളമായി കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കൃഷിയാണ്. ഇത് നമ്മുടെ തണ്ണിമത്തനാണ്. ഇത് നമ്മുടെ ഏരിയ മുഴുവൻ പടർന്ന് പന്തലിച്ച് ഇഷ്ടത്തിന് കായ്കൾ ഉണ്ടായി നിൽക്കുകയാണ്. ഏകദേശം വിളയാറായ കായ്കളുണ്ട്. ഞങ്ങൾ 4-5 കായ്കൾ പൊട്ടിച്ചു. ഇഷ്ടത്തിന്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കോഴിവളത്തിൽ നിന്ന് മാത്രമാണ്. നമ്മൾ പശുവിൻ്റെ ചാണകം ഇടുന്നതിനെക്കാട്ടിലും ഡബിൾ ഗ്രോത്താണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിയെ വളർത്തുമ്പോൾ അയൽപക്കക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പലരും പറയുന്നു. നമ്മളിതുപോലുള്ള പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വരുമാനം കിട്ടും. നമുക്ക് ഇങ്ങനെയുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഈ സമയാസമയങ്ങളിൽ നമ്മൾ ഈ വളം റിമൂവ് ചെയ്ത് നമ്മളിങ്ങനെയുള്ള പച്ചക്കറിക്കും കാര്യങ്ങൾക്ക് ഇടും. ഇത് കമ്പോസ്റ്റായി മാറും. നമുക്ക് അങ്ങനെ ഒരു സൈഡ് വരുമാനം കിട്ടുന്നതാണ്. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് പച്ചക്കറി ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും.